നിസ്കരിക്കാൻ വരിൻ, നിസ്കരിക്കാൻ വരിൻ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരിൻ, വിജയത്തിലേക്ക് വരിൻ. അപ്പൊ എന്താ നമ്മൾ മറുപടി പറയാ? വരാന്നാണോ പറയണത്? അതെ. പക്ഷെ നമ്മൾ പറയുന്ന വാക്കെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മയിലേക്ക് വരാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ യാതൊരു കഴിവുമില്ല. ഇപ്പൊ ഈ വാങ്ക് കേട്ട് ഞാൻ റോഡിൽ നിൽക്കുകയാണ്. ഈ റോഡിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു 100 മീറ്റർ, 50 മീറ്റർ ഞാൻ നടന്നു വരണമെങ്കിൽ എൻ്റെ കൈകാലുകൾക്ക് അല്ലാഹ് തരേണ്ട ഒരു സഹായം കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ തളർന്നു വീഴും, എൻ്റെ മടം പൊടിയും, ഞാൻ അവിടെ ബോധം കെട്ടി വീഴാം, എനിക്ക് സ്ട്രോക്ക് സംഭവിക്കാം, എനിക്കൊരു ഭാഗം കുഴഞ്ഞു വീഴാം. ആ സമയത്ത് വാങ്ക് വിളിക്കുന്ന നേരത്തെ ഒരു കൂട്ടുകാരൻ നമുക്ക് കണ്ണൂർ സിറ്റിയിലേക്ക് പോകാം, അല്ലെങ്കിൽ കക്കാട്ടേക്ക് പോകാം, അല്ലെങ്കിൽ തലശ്ശേരിക്കൊന്നും പോകാണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വേറെവിടേക്കും പോകാണ്ട്, നീ എൻ്റെ കൂടെ വാ, ബൈക്ക് കൊണ്ട് നിർത്തി, വാഹനം കൊണ്ടുവന്ന് നിർത്തി, പള്ളിയിലേക്ക് വരണമെന്ന് വിചാരിച്ചു നിൽക്കുന്ന നിങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അവരുടെ കൂട്ടുകാരൻ കൊണ്ടുപോകുന്നൊരു പക്ഷേ വല്ല മയക്കുമരുന്നിൻ്റെ വല്ല ഏതെങ്കിലും വല്ല റാക്കറ്റുകളുടെ മുമ്പിലേക്കായിരിക്കാം. ബാങ്ക് ഇവിടെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പടച്ചവനെ ഈ വാക്കിന് എനിക്ക് ഉത്തരം നൽകണമെങ്കിൽ നീ തരുന്ന കഴിവല്ലാതെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നന്മയിലേക്ക് വരാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹുവേ നീ നൽകുന്ന ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാ നമ്മളതിന് കൊടുക്കുന്ന മറുപടി. നീ നൽകുന്ന ശക്തിയല്ലാതെ ഒരു ശക്തിയുമില്ല റബ്ബേ. നീ നൽകുന്ന പ്രൊട്ടക്ഷൻ അല്ലാതെ ഒരു പ്രൊട്ടക്ഷനും ലോകത്തില്ല പടച്ചവനെ. നമ്മുടെ മക്കൾ നമ്മൾ എങ്ങനെയൊക്കെ സൈബർ സെക്യൂരിറ്റി ചെയ്താലും നമ്മുടെ മക്കളുടെ തർബിയത്ത് അള്ളാഹുവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കണം. പക്ഷേ നമ്മൾ മാത്രമാണ് അവരെ നിയന്ത്രിക്കുന്നതെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. റബ്ബിലേക്ക് ഏൽപ്പിക്കുകയും നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുകയും ചെയ്യാം. പിന്നെ റിലാക്സ്, പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുറാഖത്ത് ഇബ്നു മാലിക്കിനോട് ഹിജ്റ നടക്കുന്ന സമയം പുണ്യനബി തങ്ങൾ കൊടുത്ത മറുപടിയാണ് സുറാഖ, ഞാനും എൻ്റെ 250ഓളം വരുന്ന സ്വഹാബിമാരും വീടും പറമ്പും കച്ചവടവും എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് ഉടുതുണിയുമായി മദീനയിലേക്ക് നടന്നു പോകുന്ന ഈ നടത്തം കാണുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയി, നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട സുറാഖ, അക്കാണുന്ന പേർഷ്യൻ ഭരണാധികാരിയുടെ കൊട്ടാരവും കോട്ടക്കൊത്തളങ്ങളും ഇസ്ലാമിൻ്റെ ദീനിൻ്റെ വരുതിയിലേക്ക് വരുന്ന ഒരു കാലം, അന്ന് ആ സൈന്യത്തിൽ സുറാഖ നിങ്ങളുണ്ടാകും. അത് വിജയം വരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഓഹരി കിട്ടും. ആ കിട്ടുന്ന ഓഹരി രാജാവ് കൈകളിലണിഞ്ഞ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ആഭരണങ്ങളായിരിക്കും. ഇതാണ് ഈ പറയുന്നത്. എപ്പോ ഹിജ്റ ചെയ്ത് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് തങ്ങൾ നോക്കുന്നത് പേർഷ്യയിലേക്കാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖ പറഞ്ഞു, എന്തൊരു അത്ഭുതം എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്ക് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സുറാഖത്ത് ഇബ്നു മാലിക് എന്നവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പേർഷ്യയിലേക്ക് യുദ്ധത്തിന് പോയതാണ്. തിരിച്ചു വന്നപ്പോ ഉമർ എന്നവർ സുറാഖയെ വിളിക്കുകയാണ്. സുറാഖ എവിടെ? ദാ അന 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 ഞാനിതാ, വരി സുറാഖ ഇങ്ങ് വാ. കിസ്റ ഇബ്നു ഹുർമുസിന്റെ ആഭരണങ്ങൾ ഓഹരി വെക്കുകയാണ്. അന്ന് അവര് വളധരിക്കും. അവര് മജൂസികളാണ്, മുസ്ലിമീങ്ങളല്ല. അപ്പം അവർ വളയും അതൊക്കെ ഉണ്ടാവും കയ്യിൽ. പുരുഷന്മാർ വളധരിക്കും. അന്നത്തെ മുസ്ലിമേതര കമ്മ്യൂണിറ്റികളിലൊക്കെ ആ ഒരു ആചാരമുണ്ട്. ആ വളകൾ ആഭരണമാണ്. അത് എന്താണോ വാട്ട് ഇറ്റ് വർത്ത്, അതിന് എന്ത് കിട്ടുമോ ആ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു സുറാഖയുടെ കൈകളിൽ വെച്ച് നീട്ടുമ്പോൾ സ്വഹാബിമാര് മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ട് പറഞ്ഞു, എന്തൊരത്ഭുതം! ഈ സുറാഖയോടല്ലേ? അന്ന് സിദ്ദീഖ് എന്നവരതിന് സാക്ഷിയാണ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ സിദ്ദീഖ് എന്നവരെ പറഞ്ഞു കൊടുത്തു സ്വഹാബികളോട്, സുറാഖയോട് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്ക് സത്യമായി പുലർന്നിരിക്കുന്നുവല്ലേ? എത്ര മനോഹരം! 10 വർഷങ്ങൾക്ക് ശേഷം എന്താണോ മരുഭൂമിയുടെ നടുവിൽ വെച്ച് പുണ്യനബി തങ്ങൾ പറഞ്ഞത് മദീനയിലേക്ക് എത്തിയിട്ടില്ല. മദീനയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ആ വിജനമായൊരു സ്ഥലത്ത് പാറക്കെട്ടുകളുടെ ഇടയിൽ ശത്രുക്കൾ വരുമോ, ആരെങ്കിലും വന്ന് കൊന്നുകളയുമോ എന്ന് പേടിച്ച് നടക്കുന്ന സമയം അല്ലാഹുവിൻ്റെ ഹബീബ് നൽകിയ വാഗ്ദാനമാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹിജ്റ. അൽ മുഹാജിറു
മൻ ഹജറ മാ നഹല്ലാഹ്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ളൊരു ഹിജ്റ ഇനി ഉണ്ടാവുകയില്ല. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, മക്ക വിജയം നടന്നു കഴിഞ്ഞു, ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു ഹിജ്റ ഉണ്ടാവില്ല. പക്ഷേ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകൾക്കൊരു ഹിജ്റയുണ്ട്. ഹിജ്റയുടെ സന്ദേശമാണ് മുഹറമെങ്കിൽ, മുഹറം മാസം ഹിജ്റയുടെ സന്ദേശമാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുസ്ലിമീങ്ങൾക്ക് ഹിജ്റയുടെ കൂലി കിട്ടാനൊരു കാരണമുണ്ട്. എന്താണത്? അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്, അല്ലാഹു അരുതെന്ന് പറഞ്ഞത് ആര് ഉപേക്ഷിച്ചിട്ടുണ്ടോ അവർ ഹിജ്റ ചെയ്തവരാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആര് മാറ്റിവെച്ചിട്ടുണ്ടോ അവർ ചെയ്യുന്നത് ഹിജ്റയാണ്. അവർ ചെയ്യുന്നത് ഹിജ്റയാണ്. ഒരു ദുശ്ശീലമുണ്ട് എന്ന് വിചാരിക്കാൻ, മിനിമം ഒരു സിസർ വലി, ഒരു സ്മോക്കിംഗ്, നല്ല കോണല്ല കാര്യമൊന്നുമല്ല, ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷെ മഹാന്മാർ പറയും, നാളെ അള്ളാഹു നന്മയും തിന്മയും വേർതിരിക്കുമ്പോൾ ഈ വലി നന്മൻ്റെ കൂട്ടത്തിൽ വന്നു നിൽക്കുമോ തിന്മൻ്റെ കൂട്ടത്തിൽ വന്നു നിൽക്കുമോ അത് ആലോചിച്ചാൽ മതി. നിസ്കാരത്തിന് നോമ്പിൻ്റെയും കൂടെ മുപ്പര് വന്നു നിൽക്കുമോ? സാധ്യത ഉണ്ടാ? ഇല്ല. അപ്പോൾ പിന്നെ അതന്നെ എൻ്റെ വിധി. നാളെ ഹക്കും ബാത്തിലും അള്ളാഹു വേർതിരിക്കുമ്പോൾ ഇത് എവിടെയാ വന്ന് നിൽക്കാന്ന് അങ്ങനെ ആലിമ്യങ്ങൾ ചോദിക്കുക. ഒരു ദുശ്ശീലം ഇതായി ഒരു മുഹറമത്തെ ഞാൻ നിർത്തുകയാണ്. വെറുതെ ലങ്സിന് ക്യാൻസറാണ്, ശരീരത്തിന് ആപത്തുണ്ടാക്കും. അതിൻ്റെ വാസന കൊണ്ട് നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യയോ നമ്മുടെ മക്കളോ പാസീവ് സ്മോക്കേഴ്സാണ്. നമ്മൾ വെറുതെ ശ്വാസം വിട്ടാലും അവർ ഈ മണം ഇങ്ങനെ മണക്കേണ്ടി വരും, ഈ വലിയുടെ മണം. അവർ പാസീവ് സ്മോക്കേഴ്സാണ്. മറ്റേ ആൾ ആക്റ്റീവ് സ്മോക്കറാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ മൂക്ക് പൊത്തേണ്ടി വരും. നാറ്റമാണ്. ഒരു വണ്ടി കയറിയ വണ്ടിൻ്റെ ഉള്ളിൽ നാറ്റായിരിക്കും. ഒരു റൂമിൽ ചെന്നാൽ ഇവർ നിൽക്കുന്നിടത്ത് നാറ്റായിരിക്കും. എന്തിനു വെറുതെ മനുഷ്യന്മാരെ വെറുപ്പിക്കുന്നു? മനുഷ്യന്മാർക്ക് വെറുക്കുന്നത് മലക്കുകൾക്ക് വെറുപ്പാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നൽ മലായിക തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് ഏതൊക്കെ പ്രയാസമാണോ അത് മലക്കുകൾക്കും പ്രയാസമാണ്. അപ്പോൾ ഈ വലിയൊന്നും മലക്കൊക്കെ ഇഷ്ടപ്പെട്ടോളന്നില്ല, ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനത് നിർത്തുകയാണ് എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് നിർത്താൻ ഒരു നിയ്യത്ത് ചെയ്ത് നിർത്തുന്നു എങ്കിൽ നിങ്ങൾക്ക് ഹിജ്റ ചെയ്ത കൂലിയുണ്ട്. അങ്ങനെ ഹിജ്റ ചെയ്ത കൂലിയുണ്ട്. അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിരി വെള്ളടിയൊക്കെ ചെറുതായിട്ട് തുടങ്ങി വരികയാണ്, സ്റ്റോപ്പ് ചെയ്യുന്നു. മയക്കുമരുന്ന്, അതുപോലെയുള്ള ദുശ്ശീലങ്ങൾ, ഡേഞ്ചറസ് ഹാബിറ്റുകൾ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. അത്തരം കൂട്ടുകാരും എനിക്ക് വേണ്ട, അത്തരം സദസ്സുകളും മീറ്റിങ്ങുകളും ഗ്യാങ്ങുകളും ക്ലബ്ബുകളും ഇനി എനിക്ക് വേണ്ട, ആ ഫ്രണ്ട്സിനോടൊപ്പം ഇനി ഞാനില്ല എന്ന് പറഞ്ഞ ഒരാൾ ഒരു തിന്മയെ മാറ്റി നിർത്തിയാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവന്റെ കൂലിയുണ്ടെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറുതല്ല. അവിടെയാണ് നിയ്യത്തിനെ കുറിച്ചുള്ള ഹദീസ് പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ് നബി ഹഫ്സിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന സ്വഹീഹിലെ ആദ്യത്തെ ഹദീസ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. സ്വഹീഹ് ബുഖാരിയിലെ 14,000 ഹദീസുകളിൽ ആദ്യത്തെ ഹദീസാണിത്, ഹിജ്റയുടെ ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ആക്ഷൻസ് ആർ ബൈ ഇന്റൻഷൻസ്. നിങ്ങളുടെ നിയ്യത്തിനനുസരിച്ചാണ് നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നത്. നിങ്ങളുടെ നിയ്യത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ. ഹിജ്റ ചെയ്തു വരുന്ന സ്വഹാബികളോട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം നിയ്യത്തിൻ്റെ പാഠമാണ്. 550 കിലോമീറ്റർ റഫ്ലി ദൂരമുണ്ട്. സ്വഹാബികൾ യാത്ര ചെയ്തത് ഒരുപക്ഷെ വീണ്ടും ഒരു 50-100 കിലോമീറ്റർ കൂടാനാണ് സാധ്യത. കാരണം ഇന്ന് ബസ്സുകൾ ഓടുന്നത് ഷോർട്ട് വേയിലാണ്. അന്ന് നബി തങ്ങൾ യാത്ര ചെയ്തത് വളരെ വിദൂര ദിക്കുകളിലൂടെയാണ്, ആരും യാത്ര ചെയ്തിട്ടില്ലാത്ത വഴികളിലൂടെയാണ് നബി തങ്ങൾ യാത്ര ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദൂരം കൂടും. നബി തങ്ങൾ ആ ഹിജ്റ കഴിഞ്ഞ് വന്ന സ്വഹാബികളോട് പറഞ്ഞ വാക്കാണ്, സ്വഹാബികളെ നിങ്ങളിവിടെ വന്നില്ലേ, വലിയ ദൂരെ യാത്ര ചെയ്തില്ലേ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇത് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണോ അതിനനുസരിച്ചേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ കേട്ടോ. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിയ്യത്ത് വേണം. ഉദു എടുക്കണമെങ്കിൽ
നോമ്പെടുക്കണമെങ്കിൽ നിസ്കരിക്കണമെങ്കിൽ ഒക്കെ നിയ്യത്ത് വേണ്ടേ? അതിൻ്റെ അടിസ്ഥാനം ഈ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടിയാണ് നിങ്ങൾ പലായനം ചെയ്തതെങ്കിൽ, നിങ്ങൾ മക്കയിലെ നിങ്ങളുടെ വീട് ഉപേക്ഷിച്ചു വന്നത്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ യാത്ര ചെയ്തത്, മക്കളെ വീട്ടുകാരെ ഒറ്റക്കാക്കി പോന്നത് അല്ലാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവരുടെ ഹിജ്റ അല്ലാഹുവിനാണ് അവൻ്റെ റസൂലിനാണ്, കൂലിയുണ്ടാകും. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, മദീന കച്ചവടത്തിൻ്റെ നഗരമാണ്, മദീന കച്ചവട സംഘങ്ങൾ വിശ്രമിക്കുന്ന നാടാണ്, മദീന വഴിയാണ് റോമിലേക്കുള്ള യാത്രാ സംഘങ്ങൾ പോകുന്നത്, മദീന വഴി തബൂക്ക് വഴി ഫലസ്തീനിലൂടെ ജെറിക്കോയിലൂടെ കടന്നു പോകുന്നതാണ് യൂറോപ്പിലേക്കുള്ള വഴി. ആ വഴിയിൽ തിരിച്ചു പോകുന്നത് യമനിലേക്ക്, ഇന്ത്യയിലേക്ക്. അതുകൊണ്ട് മദീന ഒരു കച്ചവട റൂട്ടാണ്, ഒരു ട്രേഡ് റൂട്ടാണ്. മദീനയിൽ ചെന്ന് ഒരു പെട്ടിക്കടയെങ്കിലും തുടങ്ങണം എന്നൊരു നിയ്യത്ത് ഹിജ്റയുടെ കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവരുടെ ഹിജ്റ അല്ലാഹുവിനുള്ള ഹിജ്റയല്ല, അത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഹിജ്റയാണ്, കൂലി ഉണ്ടാവില്ല. അവിംറഅത്തിൻ യൻകിഹുഹാ, ഉമ്മു ഖൈസ് എന്ന പേരുള്ള മദീനക്കാരിയായ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആ പെണ്ണിനെ കുറിച്ച് കേട്ട് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അത്രേ. മൂപ്പരുടെ ആകെ നിയ്യത്ത് സംഗതി അടികൊള്ളാനൊക്കെ റെഡിയാ, പക്ഷേ മദീനയിൽ ചെന്നാലേ ഓളെ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ മദീനത്തേക്ക് പോവാൻ. അങ്ങനെ ഹിജ്റ വന്ന കൂട്ടത്തിൽ മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഉമ്മു ഖൈസ് എന്ന പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന മനസ്സിൽ മോഹമുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അത്രേ. ആ മനുഷ്യനെ ഉദ്ദേശിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത് അവിംറഅത്തിൻ യൻകിഹുഹാ, മദീനയിൽ ചെന്ന് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാനാണ് വന്നതെങ്കിൽ, കല്യാണം കഴിക്കാനുണ്ടോ അവിടെ കൊണ്ടുപോയി ഓളെ ചാടിച്ചോടിക്കാനൊന്നുമല്ല, മര്യാദക്ക് കല്യാണം കഴിച്ച് ഹലാലായി ജീവിക്കാൻ വേണ്ടിയാ. എന്നിട്ട് പോലും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ആ ഹിജ്റ അല്ലാഹുവിനുള്ള ഹിജ്റയല്ല, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അത് ആ പെണ്ണിന് വേണ്ടിയുള്ള ഹിജ്റയാണ്. പറയുമ്പോൾ ഒരു ഹലാലായ ഉദ്ദേശത്തിനാണ് പോയത്, കല്യാണം കഴിക്കാനാണ്, കല്യാണം കഴിക്കാനാണ്. പക്ഷേ എന്നിട്ട് പോലും നിങ്ങളുടെ ഹിജ്റ ഈ വലിയൊരു ത്യാഗം അല്ലാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ നീയത്തനുസരിച്ചാണ്. അതുകൊണ്ട് നീയത്ത് നന്നാക്കണമേ, നീയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗമാണെങ്കിൽ അതിന് കൂലിയുണ്ടാകും, ഇല്ലെങ്കിൽ അത് നഷ്ടമാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് ഈ മുഹറം മാസത്തിൽ നമ്മൾ ഓർക്കണം. അത് ഹിജ്റയുടെ ഒരു സന്ദേശമാണ്. നീയത്ത്